കൊച്ചിയിൽ പെറ്റ് ഹോസ്പിറ്റലിൽ പൂച്ചയെ കൊലപ്പെടുത്തിയെന്ന് പരാതി. സംവിധായകൻ നാദിർഷയുടെ പൂച്ചയാണ് ചത്തത്. കുളിപ്പിക്കാൻ കൊണ്ടുപോയതായിരുന്നു പൂച്ചയെ. നാദിർഷ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പൂച്ചയുടെ പേര് നൊബൈൽ എന്നാണ്. ഓമനിച്ച് വിളിച്ചിരുന്നത് ചക്കര എന്നാണെന്ന് അറിയുന്നു. എന്താണ് സംഭവിച്ചത് ലിബി? പൂച്ചക്കേസാണ്, പക്ഷേ അതിനകത്ത് അറിയാലോ, പൂച്ചയും പട്ടിയുമൊക്കെ ഇത്തരം പെറ്റുകളുമായിട്ട് നമുക്ക് ചില ആളുകൾക്ക് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ടാവുകയും ചെയ്യും. പോലീസ് കേസെടുത്തു ഈ പരാതിയിൽ. ഡോക്ടർ അരുൺകുമാർ, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മൃഗസ്നേഹികളുടെ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങൾ ധാരാളമുള്ള ഇടമാണ്. മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ഒരു ചെറിയ വാർത്തയല്ല, അവർക്ക് വളരെ വേദനയുണ്ടാക്കുന്ന വാർത്തയുമാണ്. ഈ പൂച്ചയെ വളരെ ഓമനിച്ചാണ് സംവിധായകൻ നാദിർഷയും കുടുംബവും വളർത്തിയിരുന്നത്. ഇന്നലെയാണ് ഈ പൂച്ചയെ ഗ്രൂം ചെയ്യുന്നതിന്റെ മുന്നോടിയായി സഡേറ്റ് ചെയ്യാനായി ഈ പെറ്റ് ഹോസ്പിറ്റൽ, പാലാരിവട്ടം നിർണയം മെഡിസിറ്റിയുടെ അടുത്താണ് ഈ പെറ്റ് ഹോസ്പിറ്റൽ ഇവിടെ കൊണ്ടുവന്നത്. ഈ ഗ്രൂം ചെയ്യുന്നതിന് മുന്നോടിയായി പൂച്ച ഒട്ടും വയലന്റ് ആവാതിരിക്കാനാണ് ഇത്തരത്തിലൊന്ന് ചെറുതായി സഡേറ്റ് ചെയ്യുന്നത്. ഇതങ്ങനെ സ്ഥിരമായി ചെയ്യാറുള്ളതുമാണ്. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ പരിചയമില്ലാത്ത ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് നാദിർഷ പറയുന്നു. ഇവർ തീരെ പരിചയക്കുറവോടുകൂടി വളരെ അൺപ്രൊഫഷണലായി ഈ പൂച്ചയെ സഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ പൂച്ചയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് പരാതി. ഈ പരാതിയെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് നാദിർഷയുടെ ആവശ്യം. നോബൽ എന്ന് വിളിക്കുന്ന ഈ പൂച്ച, ഇവർ ചക്കരയെന്ന് ഓമനിച്ച് വിളിക്കുന്ന പൂച്ച, ഈ നാദിർഷയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു ഇത്. നാദിർഷയും വളരെ ഇമോഷണലായാണ് പ്രതികരിച്ചത്. അവരുടെ കുടുംബാംഗം പോലെ കുടുംബത്തിൽ കരുതിയിരുന്ന ഒരു പൂച്ചയാണ് നഷ്ടപ്പെട്ടത്. അത് പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ടാണ് സഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. വളരെ അൺപ്രൊഫഷണലായി പൂച്ചയെ സമീപിച്ചപ്പോൾ പൂച്ച ഒന്ന് പ്രകോപിച്ച് കാണും. പ്രകോപനത്തെ തുടർന്ന് പൂച്ചയുടെ കഴുത്തിലെ ആ കുരുക്ക് മുറുകിയതാകാം മരണകാരണം എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ നാദിർഷയ്ക്കുള്ളത്. ഏതായാലും നാദിർഷ ഇത് വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. വളരെ ഇമോഷണലായിട്ടാണ് കുടുംബം ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്. അതേ തുടർന്നാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൂച്ച, ഈ ജീവൻ നഷ്ടപ്പെട്ട പൂച്ചയെ ഇപ്പോൾ പെറ്റ് ഹോസ്പിറ്റലിന്റെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാദിർഷ അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, ഇപ്പോൾ ലിബി സജീന്ദ്രനാണ് വിവരം നൽകിയത്. ചില പ്രേക്ഷകർക്കെങ്കിലും ഇതൊരു വലിയ വാർത്തയാണോ എന്നൊരു സംശയമുണ്ടാവും. മൃഗസ്നേഹികൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. മാത്രമല്ല, ചില വ്യക്തികൾക്ക് ഇത്തരം പെറ്റുകളുമായിട്ടുള്ള ആത്മബന്ധം ചെറുതല്ലല്ലോ. കേസെടുത്തു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൂച്ചയുടെ പേര് നൊബൈൽ എന്നാണ്, ഓമനിച്ച് വിളിച്ചിരുന്നത് ചക്കര എന്നാണ്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. എപ്പോൾ നമ്മൾ അതിനെ ഗ്രൂം ചെയ്യാൻ കൊണ്ടുപോയാലും നമുക്ക് ക്ലീൻ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഒരു സഡേഷൻ കൊടുത്ത് കൊണ്ടുവരുന്ന ശീലമുള്ളതിന്റെ പേരിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ട്. 3-4 പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. അവിടുന്ന് സഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു സ്ഥാപനത്തിൽ കൊണ്ടിട്ടാണ് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൊണ്ടുവരുന്നത്. ഇന്നലെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ 2-3 പിള്ളേർ പറഞ്ഞ് ഇതിന് ഞങ്ങൾ തന്നെ ഗ്രൂം ചെയ്യിക്കുക, അതിന് നിങ്ങൾ വേറെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകണ്ട. അപ്പൊ മോള് പറഞ്ഞില്ല, ഇതിന് അങ്ങനെ സഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ, അല്ല ഇതിനേക്കാളും വലുതിനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മോള് ഒരുപാട് നിർബന്ധിച്ചു. അതിനങ്ങനെ പറ്റില്ല, ഞങ്ങൾക്ക് ആ ക്യാറ്റിനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാണ്ടാണ്, പുതിയ പിള്ളേരാണ്, അത് ഇവരെന്നേരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവര് പറഞ്ഞിട്ട്. അവര് നേരെ ഇതിന്റെ കഴുത്തിലൊരു കുരുക്കിട്ടിട്ട് എന്തൊരു ഇത് വെച്ചിട്ട്, കാരണം ഇത് അഗ്രസീവായി തോന്നിയപ്പോ ഇവര് കുരുക്കിട്ട് വലിച്ചു കൊണ്ടുപോകണതാണ് എന്റെ മോള് കണ്ടത് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് ഇതിന്റെ ബോഡി കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞ് ക്യാറ്റിനെ ഞങ്ങൾ സഡേറ്റ് ചെയ്യാൻ നോക്കി. സഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത് പോയിന്നും പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് എത്തിച്ചത്. അവിടുത്തെ ഡോക്ടറെ ഞാൻ വിളിച്ചപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ആരാണ് അനസ്തേഷ്യ എന്ന് പറഞ്ഞപ്പോ അവിടെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു, അവിടെയാണ് അനസ്തേഷ്യ ചെയ്തതെന്ന് പറഞ്ഞത്. എനിക്കത് വിശ്വാസമില്ല, കാരണം അവർ പരീക്ഷണം നടത്തിയാണ്. ഒന്നില്ലെങ്കിൽ അവർ പരീക്ഷണം നടത്തിയപ്പോ ക്യാറ്റ് പോയി, അല്ലെങ്കിൽ അവർ ആ കഴുത്തില് കുരുക്കിട്ട് വലിച്ചപ്പോ ആ ക്യാറ്റ് പോയി. എന്തായാലും സങ്കടമാണല്ലേ. ചിലർക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. ഇപ്പം നാദിർഷയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ പൂച്ചകളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല മനസ്സിൻ്റെ ഉടമകളായ ചില മനുഷ്യരുണ്ട് അല്ലേ, പെറ്റുകളെ സ്നേഹിക്കുന്ന മനുഷ്യർ. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത്തരം ജീവികൾ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ. ഇപ്പോൾ